നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി അണക്കെട്ടിൽ വീണ 4 പെൺകുട്ടികളിൽ 2 പേർ മരിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഇൻ കേരള 24ാം വാർഷിക സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി, പുന്നമ്പറമ്പ് പള്ളികളിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. വെള്ളാനിക്കര അഗ്രികൾച്ചറൽ കോളേജിൽ നടന്ന ബുക്ക് ഫെസ്റ്റിവൽ ഡോക്ടർ ശ്രീവത്സം ജെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി അണക്കെട്ടിലെ റിസർവോയറിന്റെ തെക്കേ കുളഭാഗത്ത് വീണ 4 പെൺകുട്ടികളിൽ 2 കുട്ടികൾ മരിച്ചു. പട്ടിക്കാട് ചുങ്കത്ത് ഷാജിന്റെയും സിജിയുടെയും മകൾ അലീന ഷാജൻ എന്ന +1 വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. തൃശൂർ സെന്റ് ക്ലേസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ അലീന തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ 12:30 മരിച്ചത്. 16 വയസ്സായിരുന്നു. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി വീട്ടിൽ സജി സെറീന ദമ്പതികളുടെ മകളായ 16 വയസ്സുള്ള അന്ന ഗ്രേസ്, മുറിക്കത്ത് പറമ്പിൽ ബിനോജിന്റെയും ജൂലിയുടെയും മകൾ 16 വയസ്സുള്ള ഐറിൻ, പീച്ചി പുളിയമ്മാക്കൽ ജോണി ഷാലു ദമ്പതികളുടെ മകൾ 12 വയസ്സുള്ള നിമ എന്നിവരും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇവർ 2 പേരും ചികിത്സയിലാണ്. നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട 3 പേരും. പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു കുട്ടികൾ. ഉച്ചഭക്ഷണം കഴിച്ച ശേഷം റിസർവോയർ കാണാൻ 4 പേരും കൂടി പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കയറി കാൽ വഴുതി 2 പേർ വെള്ളത്തിലേക്ക് വീണു. ഇവരെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ മറ്റു 2 പേരും വെള്ളത്തിലേക്ക് വീണു. കരയിൽ നിന്നിരുന്ന ഹിമയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് 4 പേരെയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ഉടൻ CPR നൽകി പ്രദേശവാസിയുടെ കാറിൽ ആശുപത്രിയിലെത്തിച്ചു. മറ്റു 3 പേരെ ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഒരു നിമിഷവും പാഴാക്കാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് നാട്ടുകാർ നടത്തിയത്. വിദഗ്ധ ചികിത്സ കിട്ടിയിട്ടും ഒരു കുട്ടി മരിച്ചു. റിസർവോയറിൽ നിന്നും റോഡിലേക്കുള്ള 150 മീറ്റർ കുത്തനെയുള്ള കയറ്റം കുട്ടികളെ തോളിലിട്ട് നാട്ടുകാരായ തങ്കായി കുര്യൻ, ഷാൻ തോമസ്, ഷിജോയ് കുര്യൻ, റിജോമോൻ തോമസ്, ഷാജി കാഞ്ഞിരത്തിങ്കൽ, മോഹനൻ മടത്തിൽ, ജിനിഷ് തെക്കേകര, ഡിബിൻ ലോറൻസ്, ഷിജു പോൾ എന്നിവർ ചേർന്ന് കരയിലെത്തിച്ച് ഉടൻ ആശുപത്രിയിലെത്തിച്ചു. പീച്ചി പോലീസ് ആശുപത്രിയിൽ മുൻകൂട്ടി വിവരം അറിയിച്ചതിനെ തുടർന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മുതിർന്ന ഡോക്ടർമാർ അടക്കം കാത്തുനിന്നിരുന്നു. ICUവിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ ചികിത്സ ഉടൻ ആരംഭിച്ചു. വിവരമറിഞ്ഞ് മന്ത്രി കെ രാജൻ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ ഓടിയെത്തി ഡോക്ടർമാരുമായി ചികിത്സാ വിവരങ്ങൾ ചർച്ച ചെയ്തു. കുട്ടികളെ സ്പെഷ്യൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സിച്ചു വരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമെത്തി ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പീച്ചി റിസർവോയറിൽ വീണ അന്ന ഗ്രേസ് എന്ന പെൺകുട്ടിയും മരിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഇൻ കേരള 24ാം വാർഷിക സമ്മേളനം വെള്ളാനിക്കര അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VO ജോയ് അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് സമ്മേളനവും മുഖ്യപ്രഭാഷണവും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന മുൻകാല നേതാക്കൾക്ക് ഉപഹാര സമർപ്പണം നടന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, TR രമേശ് കുമാർ, ജയചന്ദ്രൻ കല്ലിങ്കൽ, OK ജയകൃഷ്ണൻ, VM ഹാരിസ്, S സുധികുമാർ, CV പൗലോസ്, R മനീഫ്, V വിനോദ്, P സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി K അനിൽകുമാർ സ്വാഗതവും പ്രസിഡന്റ് S രാജാമണി നന്ദിയും പറഞ്ഞു. മുമ്പിലെത്തിയത് പറഞ്ഞാൽ ഒരു കുഞ്ഞെ ഇന്ന് പുലർച്ചെ മരിച്ചു, രണ്ടാമത്തെ കുഞ്ഞുകൂടി മരണപ്പെട്ടു എന്ന വാർത്തയെടുത്ത് കുടുംബിനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ചില കാര്യങ്ങൾ കൂടി നിർവഹിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി
പൂർണ്ണമായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യമില്ല. അല്ലെങ്കിൽ ഇവരുടെ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശേഷങ്ങളും ഒക്കെ കേൾക്കാൻ കുറച്ച് നേരം ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലൂടെ രാജ്യത്തിൻ്റെ ചരിത്രം വളച്ചൊടിക്കാനും നുണകളുടെ വർത്തമാനകാലം സൃഷ്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാല സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള UFUSന്റെ നമ്മുടെ ഈ സമ്മേളനം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അക്കാദമിക മികവും വൈജ്ഞാനിക മുന്നേറ്റവുമുള്ള കേരളത്തിലെ സർവകലാശാലകളിലടക്കം ജനാധിപത്യ ലവലേശമില്ലാതെ വഴിവിട്ട രീതിയിൽ അധികാര പദവികളിലേക്ക് സംഘപരിവാർ എത്തിച്ചേരുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള ചില പരിശ്രമങ്ങൾ നമ്മുടെ മുന്നിൽ കാണുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫാസിസത്തിന് അരങ്ങൊരുക്കുക എന്ന സുപ്രധാനമായിട്ടുള്ള തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനാണ് സംഘപരിവാർ പരിശ്രമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള UGC റെഗുലേഷൻസ് 2025 കരട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെയാകെ പിന്നോട്ടടിക്കാൻ വളരെ ബോധപൂർവമായി ശ്രമിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. സർവകലാശാലകളുടെ വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തെയും ഫെഡറൽ തത്വങ്ങളെയും സ്വയംഭരണാവകാശങ്ങളെയും പാടെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അതിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് കരടിലൂടെ നമുക്ക് ബോധ്യപ്പെടാം. വൈസ് ചാൻസലർ നിയമനം മുതൽ അധ്യാപക നിയമനത്തിൽ വരെ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന സർവകലാശാലകളുടെ ഭരണത്തിൻ്റെ മേൽ കടന്നു കയറാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിശ്രമമായി നമ്മൾ കാണേണ്ടത്. മാടക്കത്തറ പഞ്ചായത്തിലെ പാലിയേറ്റീവ് ഗുണഭോക്താക്കളെ മലമ്പുഴയിലേക്ക് വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. 60 പേർ അടങ്ങുന്ന സംഘത്തെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വിവിധ വാർഡ് മെമ്പർമാർ വിനോദയാത്രയെ അനുഗമിക്കുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ അഷിത, ഇൻസ്പെക്ടർ അഭയകുമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവരും സംഘത്തിൽ സഹായത്തിനായി കൂടെയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ച് ഒരു അധ്യാപകൻ. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലെ ഉപജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച LP UP വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു, വാടാനപ്പള്ളി SMUP സ്കൂളിൽ പ്രധാനാധ്യാപിക CR രാഗി, ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക TL റീന, മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ, കണ്ടാണശ്ശേരി XLPR LP സ്കൂളിൽ പ്രധാനാധ്യാപിക CK ലില്ലി, എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ CA വിജി, കണ്ടാണശ്ശേരി MSMUP സ്കൂളിലെ പ്രധാനാധ്യാപിക VN സിന്ധു തുടങ്ങിയവർ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു. വിജയങ്ങളും ആദരവുകളും വിദ്യാർത്ഥികൾക്ക് വിനയമാണ് സമ്മാനിക്കേണ്ടതെന്ന് വിജയ സന്ദേശത്തിൽ സ്റ്റൈജു അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് LP UP കലോത്സവം ജില്ലാതലത്തിൽ മത്സരം സമാപിക്കുന്നതിനാലാണ് അത്തരം വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി ആദരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മോണോ ആക്ടിൽ A ഗ്രേഡ് നേടിയ തൃശൂർ ഹോളി ഫാമിലി വിദ്യാലയത്തിലെ ജ്വാല റോസ്, ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിൽ A ഗ്രേഡ് നേടിയ അന്തിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവാനന്ദ്, അവരുടെ പരിശീലകരായ ബിജു ജേക്കബ്, മണലൂർ S ഗോപിനാഥ് തുടങ്ങിയവരെ പുരസ്കാരങ്ങൾ നൽകിയും മാസ്റ്റർ ആദരിച്ചു. 108ഓളം വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി വഴി 5000-ലധികം പുസ്തകം സൗജന്യമായി നൽകി. ശ്രദ്ധേയനായ അധ്യാപകനാണ് 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജു. വരും ദിവസങ്ങളിൽ വിവിധ വിദ്യാലയങ്ങളിലെ കലോത്സവ വിജയികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി വിതരണം ചെയ്യും. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ,
സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വെള്ളാനിക്കര അഗ്രികൾച്ചറൽ കോളേജിൽ നടന്ന ബുക്ക് ഫെസ്റ്റിവൽ ഡോക്ടർ ശ്രീവത്സം ജെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. COE ഡീൻ ഡോക്ടർ മണി ചെല്ലപ്പൻ അധ്യക്ഷം വഹിച്ചു. ലൈബ്രറി ഹെഡ് പ്രൊഫസർ ഡോക്ടർ AT ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. C അബ്ദുൾ റസാഖ്, ഡോക്ടർ C വിദ്യ, NR സാജൻ, ഗ്രീഷ്മ യു തുടങ്ങിയവർ സംസാരിച്ചു. ബെസ്റ്റ് യൂസർ അവാർഡ് വിദ്യാർത്ഥി വിഭാഗത്തിൽ T അർച്ചന, ഗോകുൽ വാസൻ, ഹൃദ്യ ഷാജിയും, ഫാക്കൽറ്റി വിഭാഗത്തിൽ ഡോക്ടർ വിധു ഫ്രാൻസിസ് പാലത്തിങ്കൽ എന്നിവർക്ക് സമ്മാനിച്ചു. ലൈബ്രറേറിയൻ ഡോക്ടർ VS സ്വപ്ന സ്വാഗതവും ഗ്രീഷ്മ യു നന്ദിയും പറഞ്ഞു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ദിവസം രാവിലെ വികാരി ഫാദർ പോളി നീലങ്കാവലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. 10 മണിക്ക് നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിവിൻ കുരുതിക്കുളങ്ങര കാർമ്മികത്വം വഹിച്ചു. ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് ഫാദർ ജിതിൻ നെല്ലങ്കരയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടായി. വൈകിട്ട് 5 മണിക്ക് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. 7 മണിക്ക് തിരുശേഷിപ്പ് വണങ്ങൽ, വർണ്ണമഴ തുടർന്ന് ബാൻഡ് മേളം രാത്രി 9:30 വരെ നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് കൊച്ചിൻ മരിയ കമ്മ്യൂണിക്കേഷന്റെ നാടകം വിശുദ്ധ പത്രോസ് അരങ്ങേറും.
ഫ്രണ്ടിക്ക് വരുന്നത്.
വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ചാവക്കാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള പൊന്നയൂർകുളം പഞ്ചായത്തിലെ അംഗൻവാടി സെന്റർ സക്ഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ജനുവരി 22 ഉച്ചയ്ക്ക് 2 മുൻപ് ലഭിക്കണം. ഫോൺ 0487 25 07 707 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പുത്തൂർ പൊന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിംഗ് മന്ത്രിയും MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി, വാർഡ് മെമ്പർ മോഹനൻ തൊഴുക്കാട്ട്, ലിൻഡോ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി K ജോസ് തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളാണ് ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗട്ട് ഐസ്ക്രീം, ഐസ്ക്രീം പിസ്ത, പുതുതായി വിപണിയിലിറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന് വൻ വിപണന ശൃംഖലകളാണ് ഉള്ളത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ സജീവ സാന്നിധ്യവുമുണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻ കുനാഫയുടെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മന്ത്രി രാജൻ സാറിന്, അതുപോലെ തന്നെ MLA കെ രാമചന്ദ്രൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് കുനാഫയെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കാം. അല്ലെങ്കിൽ തന്നെ പറയാം, ഒരു നമ്മുടെ മന്തി അല്ലെങ്കിൽ കബ്സ അല്ലെങ്കിൽ അൽഫാം എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു അറബിക് ഡിഷാണ്, ഒരു അറബിക് ഡെസേർട്ടാണ്. സോ യെസ്, അപ്പോൾ കുനാഫ ഒരിക്കലും ഒരു ഐസ്ക്രീം അല്ല, പക്ഷെ കുനാഫയിൽ നിന്ന് അതിനെ ഐസ്ക്രീമിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു എക്സ്പെർട്ടീസ് നമ്മുടെ മാനേജിങ് പാർട്ണറായിട്ടുള്ള മിസ്റ്റർ ജോൺസൺ, അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇവരുടെ ഒരു കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ജോർജ് അദ്ദേഹം പറഞ്ഞപ്പോൾ വാടക കെട്ടിടത്തിൽ മാറി പിന്നെ ഒരു കെട്ടിടത്തിലേക്ക് വന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം മൂന്നാമതൊരു സ്ഥാപനം, അത് പുതിയ ഒരു പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ലോഞ്ചിങ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് വരണം. ഞാനതിൻ്റെ പേരിങ്ങനെ കുറേ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമൂഹത്തിനകത്ത് നേരത്തെ വളരെ വിശദമായി സജി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയകളിലൂടെ പുതിയ സ്വാദും പുതിയ മായമില്ലാത്ത മൂല്യങ്ങളുള്ള ഐസ്ക്രീമും നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ചെറിയ കാലം കൊണ്ട് ഒരു ഐസ്ക്രീം വിപണന രംഗത്തിന് ഇത്രമേൽ ശ്രദ്ധയോടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വികാരം സജീവടെ സൂചിപ്പിച്ചു.
സജീവ് ജോളിയും കരുതി വെച്ചിട്ടുള്ള കാക്കി ഷർട്ട് എന്തായാലും ഇനിയും എടുത്ത് കത്തിക്കണ്ട. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉപയോഗിക്കുന്നുണ്ടോ, ഇനി വേണമോ വേണ്ടയോ എന്നതല്ല, അത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ളൊരു മാനസികാവസ്ഥ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാട്ടിൽ പറയുന്നത് പോലെ കർട്ടൻ വലി മുതൽ രാജാപ്പാട്ട് വരെ ഏത് വേഷവും ആടാൻ വിധേയമില്ലാത്ത വിധത്തിൽ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹാവിജയവും. അതിവേഗം വിജയിച്ചു മുന്നോട്ട് പോകാനാകട്ടെ. ഒരു മന്ത്രി കൂടി പങ്കെടുക്കുന്ന 2 പരിപാടികൾ. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SBS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോവല്ലേ? SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. മച്ചാട് പള്ളി തിരുനാൾ ഭക്തിസാന്ദ്രമായി. മച്ചാട് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാളാണ് ഭക്തിസാന്ദ്രമായത്. ഞായറാഴ്ച രാവിലെ 10 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, ഫാദർ പോൾ ആലപ്പാട്ട് തുടങ്ങിയവർ സഹകാർമ്മികരായി. വൈകിട്ട് 3 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. തുടർന്ന് വർണ്ണമഴയും തിരുമുറ്റമേളവും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, മരിച്ചുപോയവരുടെ ഓർമ്മയാചരണവും നടക്കും. വൈകിട്ട് 6:30 കൊച്ചി നവദർശൻ അവതരിപ്പിക്കുന്ന സാൻഡോ മെഗാ ഷോ തുടങ്ങിയവ നടക്കും. ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, മദർ സിസ്റ്റർ സെലസ്റ്റി, കൈക്കാരന്മാരായ VP സാൻജോ, VG ഡേവിസ്, വിൻസെന്റ് തോമസ്, VT ജിനോ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ PD സേവ്യർ, ടോമി ആൻഡോ, ജോണി ചിറ്റിലപ്പള്ളി, VV ഷാജു, MD സണ്ണി, VJ ജോജു, AA ജെയ്സൺ, ND ജീസൺ, KI ജോൺ, KT ലൂവിസ്, PP ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുടുംബശ്രീയുടെ ഇരിഞ്ഞാലക്കുട, ചാവക്കാട്, വടക്കാഞ്ചേരി ബ്ലോക്കുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററുകളിലേക്ക് 1 വർഷത്തേക്ക് അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു. എംകോം, ടാലി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് യോഗ്യത. അക്കൗണ്ടിംഗിൽ 1 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള 23-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ജനുവരി 17 വൈകിട്ട് 5 മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, 2ാം നില, കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കണം. ഫോൺ 0487 2362 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മൺമറഞ്ഞ അനശ്വര ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രനെ ആദരസൂചകമായി സംഗീത ഭാരതി മണ്ണുത്തിയിലെ കലാഭാരതി ഹാളിൽ വെച്ച് ഞായറാഴ്ച 2 മണിക്ക് ഗാനാർച്ചന നടത്തി. അനുരാഗ ഗാനം പോലെ എന്ന പരിപാടിയിൽ അദ്ദേഹത്തിന്റെ അനശ്വര ഗാനങ്ങൾ സംഗീത ഭാരതിയിലെ ഗായകന്മാർ ആലപിച്ചു. സംഗീത ഭാരതി പ്രസിഡന്റ് ശ്രീ PS അരവിന്ദാക്ഷൻ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TR അശോക് കുമാർ, ജോയിന്റ് സെക്രട്ടറി EA ജയപ്രകാശ്, ട്രഷറർ KR സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി അണക്കെട്ടിൽ വീണ 4 പെൺകുട്ടികളിൽ 2 പേർ മരിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഇൻ കേരള 24ാം വാർഷിക സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി, പുന്നമ്പറമ്പ് പള്ളികളിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. വെള്ളാനിക്കര അഗ്രികൾച്ചറൽ കോളേജിൽ നടന്ന ബുക്ക് ഫെസ്റ്റിവൽ ഡോക്ടർ ശ്രീവത്സം ജെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.